പരിചയപ്പെടാം. നമ്മളെന്തായാലും ചാക്കഴിച്ച് ചാക്കിനകത്ത് എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഉറങ്ങുകയാണോ അതെ റെസ്റ്റ് എടുക്കുകയാണെന്ന് ആദ്യം നോക്കട്ടെ. വിഷപ്പാമ്പുകളുടെ വർഗത്തിൽ ഏറ്റവും പ്രധാനിയായി അറിയപ്പെടുന്ന ഒരു ഇനമാണ് മൂർഖൻ അഥവാ സർപ്പം. നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇതിനെ കണ്ടുവരുന്നു. പുല്ലാനി, നല്ല പാമ്പ്, പത്തിക്കാരൻ എന്നീ പേരുകളിൽ മൂർഖൻ പാമ്പുകളെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുണ്ട്. സാധാരണയായി ഇവയ്ക്ക് 1 മീറ്റർ നീളവും കൈത്തണ്ടയുടെ വണ്ണവുമാണ് ഉണ്ടാകാറുള്ളത്. മൂർഖൻ പാമ്പുകളെ മഞ്ഞ, കറുപ്പ് നിറങ്ങളിൽ കണ്ടുവരാറുണ്ട്. സാധാരണയായി കുറ്റിക്കാടുകളിൽ കണ്ടുവരുന്നവയ്ക്ക് കറുപ്പ് നിറവും പുൽപ്രദേശങ്ങളിൽ കണ്ടുവരുന്നവ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. ഈ നിറവ്യത്യാസം ഇവയുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണെന്നും വ്യാഖ്യാനമുണ്ട്. കീരി, പരുന്ത്, കഴുകന്മാർ ഇവയുടെ പ്രധാന എതിരാളികൾ ഇവയാണ്. മൂർഖൻ പാമ്പുകളെ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇവയുടെ ഭണത്തിലൂടെയാണ്. മൂർഖന്റെ ഭണം വൃത്താകൃതിയും കൂടാതെ പത്തിയുടെ മുൻഭാഗത്ത് 2 കറുത്ത പൊട്ടുകളും പിൻഭാഗത്ത് 2 കറുത്ത പൊട്ടുകളും ഒരു വലയത്തിൽ ബന്ധിക്കപ്പെടും വിധം കാണപ്പെടുന്നു. ഇതൊരു കണ്ണടയുടെ അടയാളത്തിൽ ആയിരിക്കും. വാരിയെല്ലുകൾ വികസിപ്പിച്ചാണ് ഇവ ഭണം വിടർത്തുന്നത്. ഭണം വിടർത്തി നിൽക്കുന്ന മൂർഖൻ പാമ്പിനെ എത്ര ധൈര്യമുള്ളവർ പോലും ഒന്ന് നോക്കിപ്പോകും. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് അതിനെ കാണുവാൻ. ഭണം വിടർത്തി നിൽക്കുന്ന മൂർഖൻ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. ഭണം വിടർത്തുന്നത് ശത്രുക്കളെ ഭയപ്പെടുത്തുവാനുള്ള മൂർഖൻ പാമ്പുകളുടെ തന്ത്രമാണ്. മനുഷ്യവാസം തീരെ ഇഷ്ടപ്പെടാത്ത മൂർഖന്മാർ മനുഷ്യരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക. പൊതുവെ ഇവയുടെ വാസകേന്ദ്രങ്ങൾ നെൽപ്പാടങ്ങൾ, പാറക്കൂട്ടങ്ങൾ, കാട്ടുപ്രദേശങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവയിലാണ്. സാധാരണഗതിയിൽ മൂർഖന്മാർ രാത്രിയിലും പകലും ഇര തേടി ഇറങ്ങാറുണ്ട്. ഇവയുടെ ഇഷ്ട ആഹാരം തവള, എലി, ഓന്ത് തുടങ്ങിയവയാണ്. ചില സാഹചര്യങ്ങളിൽ ഇവ മറ്റു പാമ്പുകളെ ഇരയാക്കാറുണ്ട്. മൂർഖൻ പാമ്പുകൾ ജനുവരി മാസങ്ങളിലാണ് ഇണചേരുന്നത്. ഏപ്രിൽ, മാർച്ച് മാസങ്ങളിൽ മുട്ടയിടാൻ ആരംഭിക്കുന്നു. ഒരേ സമയം 15 മുതൽ 30 വരെ മുട്ടകൾ ഇടാറുണ്ട്. 2 മാസം അടയിരുന്നാണ് മുട്ട വിരിയിക്കുന്നത്. മൂർഖൻ പാമ്പുകളുടെ വിഷം വളരെ ശക്തിയേറിയതും മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹ വ്യവസ്ഥയെ ബാധിക്കുന്നതുമാണ്. ഇതിലൂടെ നമ്മുടെ ഞരമ്പുകളെ തളർത്തുകയും രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ മൂർഖന്റെ വിഷമേറ്റയാളെ ഉടനടി ചികിത്സയ്ക്ക് വിധേയമാക്കിയില്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കും. നമ്മളെന്തായാലും നമ്മുടെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടില്ല. കാരണം നമ്മളൊരു കുറേ അതിഥികളെ കൊണ്ടുവന്നു, അവരെ തുറന്നു വിട്ടു ഉടനെ കുറേ പേര് ഓടി എങ്ങോട്ടൊക്കെ പോയി. കുറേ ഓടിയെന്ന് പറയുമ്പോൾ ഓടിയാണെങ്കിൽ കൈകാലുണ്ടെങ്കിൽ ഉള്ളവർക്ക് ഓടാൻ കഴിയും. പക്ഷേ കൈകാലില്ലാത്ത ഇവർ പെട്ടെന്ന് എഴഞ്ഞ് ഏതൊക്കെ മേഖലകളിൽ പോയിട്ടുണ്ട്. നമ്മൾ ബാക്കി 7 പേരെ 8 പേരെ ഒരാൾ ഉറങ്ങുന്നു, ബാക്കി 7 പേരെ നമ്മൾ നല്ല അഗ്രസീവായി ഇവിടെ നിർത്തിയിരിക്കുന്നു. നിൽക്കണം നമ്മുടെ പ്രേക്ഷകർക്കാണ് ഒരു കുഴപ്പമില്ല. നല്ല ഫുൾ അഗ്രസീവ്, ഫുൾ ആരോഗ്യവാന്മാരായ 7 അതിഥികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ബാക്കി ഒരുപാട് പേര്, ഒത്തിരി പേരുണ്ട്. അവരിപ്പോൾ നമ്മുടെ കാൽപാദത്തിൻ്റെ അടുത്തോ, നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരുടെ കാലിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറമാൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വന്ന സംഭവങ്ങൾ നമ്മൾ തുറന്നു വിട്ടുതന്നെ അത് ഓടി അവരുടെ അടുത്തേക്കൊക്കെ പോയി. പക്ഷേ അവർ പെട്ടെന്ന് മാറുകയും നമ്മളതിനെ എടുത്ത് മാറ്റുകയും ചെയ്തു. നമുക്കാണ് ഇവരൊക്കെ ഇത് ഒരാളിരിക്കുന്നു, അദ്ദേഹത്തിന് ചട്ടപ്പൊഴിക്കാറായി. ഇദ്ദേഹം നല്ല അഗ്രസീവാണ്. ഇവരൊക്കെ നല്ല അഗ്രസീവായിരിക്കുന്നു. അതുകൊണ്ട് ഇവരെല്ലാം ഇതിൽ കൂടുതൽ ആൾക്കാരും 3 ഫീമെയിൽ മാത്രമേ ഉള്ളൂ. 4 ഫീമെയിൽ, ബാക്കി 3 പേര് മെയിൽ. ഇദ്ദേഹം മെയിലാണ്, അദ്ദേഹം മെയിലാണ്, ഇദ്ദേഹം മെയിലാണ്. ബാക്കി 4
4 പേര് ഫീമെയിൽ. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇത്രയും നമ്മൾ കാട്ടിലേക്ക് തുറന്നു വിടുന്ന പാമ്പുകൾ ഇത്രയും പേര് ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ പാമ്പുകളെ കൊണ്ടുവന്ന് ചാക്കഴിച്ച് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അങ്ങ് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഇവരെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഈ 7 ആരോഗ്യവാന്മാരായ നമ്മുടെ സർപ്പങ്ങളെ അല്ലെങ്കിൽ നാഗങ്ങളെ നമ്മൾ കാട്ടിലേക്ക് തുറന്നു വിടുകയാണ്. അദ്ദേഹം എവിടെയെങ്കിലും പോയി നന്നായിട്ട് ജീവിക്കട്ടെ. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര നനഞ്ഞ യാത്രയാണ്. ഞങ്ങൾ സ്നേക് മാസ്റ്റർ ടീമും നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരൊക്കെ ഇന്ന് നനഞ്ഞ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഈ നമ്മൾ നാട്ടിൽ നിന്ന് പിടിക്കുന്ന അതിഥികളെയൊക്കെ സുരക്ഷിതമായിട്ട് വിടാനായിട്ട് പോകുന്നു. ഞങ്ങൾ സുരക്ഷിതമായിട്ട് കുറേ വലിയ അതിഥികളെ വിട്ടപ്പോൾ ഒരു അതിഥി ഓടിപ്പോയി ഞങ്ങളുടെ വാഹനത്തിൻ്റെ, അത് കേരള കൗമുദിയുടെ വാഹനത്തിൻ്റെ അടിയിൽ എഞ്ചിനകത്ത് കയറിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിനെ ഇറക്കണം. താഴോട്ട് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഇവിടെ ഒരു 50 ലക്ഷം 70ഓളം അതിഥികളെ നമ്മളിവിടെ വിട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക്, കുറച്ചുകൂടെ മഴ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകാൻ കഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടെ ഉള്ളിലേക്ക് നമുക്ക് പോയി ബാക്കിയുള്ള ഇനിയും അതിഥികൾ, പെരുമ്പാമ്പ് അതിഥികളുണ്ട്, അണലി അതിഥികളുണ്ട്, അവർ വേറെയും കുറച്ച് മൂർഖൻ അതിഥികളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി ആ മറ്റ്